ഹായ് ഫ്രണ്ട്സ്, ഞാൻ അനന്യ രാഗൻ. എല്ലാവർക്കും ട്വിസ്റ്റി പസിലേക്ക് സ്വാഗതം. ഞാൻ ഈ വീഡിയോയുടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു സ്നേക്ക് ക്യൂബിനെ എങ്ങനെയാണ് കോബ്രയുടെ ഷേപ്പിലേക്ക് മാറ്റുന്നത് എന്നതാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 24 പീസസ് ഉള്ള ഓറഞ്ച് ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷൻ വരുന്ന ഒരു സ്നേക്ക് ക്യൂബാണ്. നമ്മളിതിനെ ഒരു കോബ്രയുടെ ഷേപ്പിലേക്കാണ് മാറ്റാൻ പോകുന്നത്. അതിനു വേണ്ടിയിട്ട് ആദ്യം ഈ വെള്ള ചതുരങ്ങൾ മുകളിൽ വരുന്ന രീതിയിൽ ഇതുപോലെ പിടിക്കുക. എന്നിട്ട് ഇടതുഭാഗത്ത് വേണ്ടത് ഈ രീതിയിലുള്ളൊരു ചെരുവാണ് നമുക്ക് ഇടതുഭാഗത്ത് വേണ്ടത്. എന്നിട്ട് ഇതിൽ രണ്ടാമത്തെ പീസിനെ ഇടത് കൈകൊണ്ട് മുകളിലേക്ക് ഒരു തവണ തിരിക്കുകയാണ് ആദ്യം ചെയ്യുന്നത്. ഇതുപോലെ മുകളിലേക്ക് ഒരു തവണ തിരിക്കുക. എന്നിട്ട് ഈ നീളത്തിലുള്ള ഭാഗം നോക്കുക. ഇതിൽ ഈ രണ്ടാമത്തെ പീസ് 1, 2 ഈ രണ്ടാമത്തെ പീസിന് മുകളിലേക്ക് ഒരു തവണ തിരിക്കുക. ഈ വലത് കൈ കൊണ്ടാണ് ഇത് തിരിക്കേണ്ടത്. വലത് കൈ കൊണ്ട് മുകളിലേക്ക് ഒരു തവണ തിരിക്കാം. എന്നിട്ട് ഇതുപോലെ വെള്ള ചതുരങ്ങൾ മുകളിൽ വരുന്ന രീതിയിൽ പിടിക്കാം. എന്നിട്ട് ഈ നീളത്തിലുള്ളതിൽ ഈ ഒരു വെള്ള ത്രികോണം വരുന്ന ഈ ഒരു പീസിനെ ബാക്കിലോട്ടേക്ക് ഒരു തവണ തിരിക്കുക. ഇതുപോലെ ഒരു തവണ തിരിക്കുക. എന്നിട്ട് ഈ ഓറഞ്ച് ചതുരങ്ങൾ എൻ്റെ നേരെ വരുന്ന രീതിയിൽ ഞാൻ പിടിച്ചു. എന്നിട്ട് ഈ നീളത്തിലുള്ള ഭാഗത്തിൽ ഈ ഓറഞ്ച് ത്രികോണത്തിന് താഴോട്ടേക്ക് ഒരു തവണ തിരിക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ താഴോട്ടേക്ക് ഒരു തവണ തിരിക്കുക. എന്നിട്ട് ഇതുപോലെ ചരിച്ച് ഇത് ഇപ്പോൾ വെള്ള ചതുരങ്ങൾ എൻ്റെ നേരെ വരുന്ന രീതിയിലാണ് ഞാൻ പിടിച്ചിരിക്കുന്നത്. എന്നിട്ട് ഇതിൽ ഈ ഭാഗത്തിൽ ഈ രണ്ടാമത്തെ ഈ പീസ് എന്നുവെച്ചാൽ ഇത് വെള്ള ത്രികോണം വരുന്ന ഈ ഒരു പീസിനെ മുകളിലേക്ക് ഒരു തവണ തിരിക്കുക. ഈ വലത് കൈ കൊണ്ട് ഇതുപോലെ മുകളിലേക്ക് ഒരു തവണ തിരിക്കുക. എന്നിട്ട് ഈ നീളത്തിലുള്ള ഈ ഒരു ഭാഗത്തിൽ ഈ ഒരു പീസ് ഈ ഒരു വെള്ള ത്രികോണം വരുന്ന ഈ ഒരു പീസിനെ നമ്മൾ താഴോട്ടേക്ക് ഒരു തവണ തിരിക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ താഴോട്ടേക്ക് വലത് കൈ കൊണ്ട് ഒരു തവണ തിരിച്ചു. എന്നിട്ട് ഈ ഒരു ചതുരം ഈ ഒരു തൊട്ട് മുന്നിലത്തെ ഈ ഒരു പീസ് ഈ ഒരു ചതുരത്തിന് നമ്മൾ ഇതിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോവാണ് ചെയ്യുന്നത്. അതിന് വേണ്ടി ഈ ഒരു പീസിന് ഇതുപോലെ തിരിക്കുക. ഒരു തവണ അങ്ങോട്ടേക്ക് തിരിച്ചു. ഈ ഒരു ഷേപ്പാണ് നമുക്കിപ്പോൾ കിട്ടുന്നത്. എന്നിട്ട് ഇതുപോലെ തന്നെ ഇവിടെ ആക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഈ ഒരു പീസ് ഈ ഒരു പീസിനെ താഴോട്ടേക്ക് ഒരു തവണ തിരിക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ താഴോട്ടേക്ക് ഒരു തവണ തിരിക്കാം. ഇതുപോലെ തന്നെയുള്ള ഭാഗം നമുക്ക് ഇവിടെയും കിട്ടും. ഇനി എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ ഇതിനെ വെള്ള ചതുരങ്ങൾ മുകളിൽ വരുന്ന രീതിയിൽ പിടിച്ചു. ഈ ഒരു പീസ് നോക്കുക. ഈ വെള്ള ത്രികോണം വരുന്ന ഈ ഒരു പീസിനെ നമ്മുടെ നേരെ ഇങ്ങോട്ടേക്ക് തിരിക്കുകയാണ് ചെയ്യുന്നത്. ഒരു തവണ ഇതുപോലെ ഒരു തവണ തിരിക്കുക. എന്നിട്ട് ഇതുപോലെ തന്നെ തിരിച്ചിട്ട് ഈ വെള്ളച്ചതുരങ്ങൾ എൻ്റെ നേരെ വരുന്ന രീതിയിൽ തന്നെ ഞാൻ പിടിച്ചു. എന്നിട്ട് ഇതിൽ 1, 2, 3 ഈ മൂന്നാമത്തെ പീസിനെ മുകളിലേക്ക് തിരിക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ മുകളിലോട്ട് തിരിച്ചു. എന്നിട്ട് ഈ മൂന്നാമത്തെ പീസിൻ്റെ തൊട്ട് മുന്നിലെത്തി ഈ ഒരു പീസ് ഈ വെള്ള ചതുരം വരുന്ന ഈ ഒരു പീസിനെ ഇതുപോലെ താഴോട്ടേക്ക് ഒരു തവണ തിരിക്കുക. ഇതുപോലെ തിരിച്ച് ഇതിന് കണക്കായിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ ഇങ്ങനെ ഒരു ഷേപ്പാണ് നമുക്ക് കിട്ടുന്നത്. എന്നിട്ട് ഇതുപോലെ പിടിക്കുക. എന്നിട്ട് നമ്മുടെ ഈ ഒരു ഓറഞ്ച് ത്രികോണത്തിന് മുകളിലോട്ട് തിരിക്കുക. ഈ ഓറഞ്ച് ത്രികോണത്തിന് മുകളിലോട്ട് ഒരു തവണ തിരിക്കുക. ഈ ഒരു ഷേപ്പാണ് നമുക്ക് കിട്ടുന്നത്. എന്നിട്ട് നമ്മുടെ ഈ നീളത്തിലുള്ള ഭാഗത്തിൽ ഈ ഓറഞ്ച് ചതുരം വരുന്ന ഈ ഫസ്റ്റ് പീസിനെ നമ്മൾ ഈ ഓറഞ്ച് ചതുരമുള്ളതിനെ നമ്മൾ മുകളിലോട്ട് 2 തവണ തിരിക്കുകയാണ് ചെയ്യുന്നത്. 1, 2 തവണ തിരിച്ചു. എന്നിട്ട് ഇതുപോലെ പിടിക്കുക. അപ്പോൾ നമുക്കിത് ഈ ഒരു ഷേപ്പാണ് കിട്ടുന്നത്. എന്നിട്ട് ഈ ഒരു പീസ് ഈ വെള്ളച്ചതുരം വരുന്നതാണ് മുകളിലുള്ളത്. ഈ വെള്ളച്ചതുരം വരുന്നതിലുള്ള ഈ ഫസ്റ്റ് പീസിനെ ഈ ഒരു പീസിനെ നമ്മൾ മുകളിലേക്ക് ഒരു തവണ തിരിക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ ഒരു തവണ തിരിക്കുക. ഇത് ഈ ഒരു ഷേപ്പാണ് കിട്ടുന്നത്. എന്നിട്ട് ഇതിൽ ഈ ഒരു പീസിൽ ഈ ഒരു ഓറഞ്ച് ത്രികോണം വരുന്ന ഈ പീസിനെ അങ്ങോട്ട് ബാക്കോട്ടേക്ക് 2 തവണ തിരിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഇതുപോലെ 1, 2 തവണ തിരിച്ചു. എന്നിട്ട് ഇതുപോലെ പിടിക്കാം. ഇപ്പോൾ വെള്ള ചതുരങ്ങൾ എൻ്റെ നേരെ വരുന്ന രീതിയിലാണുള്ളത്. എന്നിട്ട് ഇതിൽ 1, 2, 3, 4 ഈ നാലാമത്തെ പീസിനെ മുകളിലോട്ട് 2 തവണ തിരിക്കാം. 1, 2 തവണ തിരിച്ചു. അപ്പോൾ നമ്മളിതാ ഒരു കോബ്രയുടെ ഷേപ്പിലേക്ക് നമ്മുടെ സ്നേക്ക് ക്യൂബിനെ മാറ്റിയിരിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും ഒക്കെ കമൻറ്റ് ചെയ്യുക. ഇനിയും ഇതുപോലുള്ള പലതരം ക്യൂബുകളുടെ ട്യൂട്ടോറിയൽ വീഡിയോസുമായി ഞാൻ വരുന്നതായിരിക്കും. ആ വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുവാൻ നിങ്ങൾ ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.